ഹലോ ഹായ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങളിവിടെ കാണുമ്പോൾ എന്തോ വെരി ഇമ്പോർട്ടൻറ്റ് ലെസ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അതൊക്കെ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിന്ന് വന്നിരിക്കുന്ന മെയിൻ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ചാപ്റ്റർ 1 കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് ഡിസ്കഷൻ എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുക. ഡിസ്കസ് ചെയ്ത് മടുത്തു എന്നുള്ളതായിരിക്കും ആലോചിക്കുന്നത്. ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം ലൈവ് ഓൾറെഡി നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മിസ് പഠിപ്പിച്ചു പോകുന്നുണ്ട്, പിന്നെ ഒരു വീഡിയോ എന്താണെന്നുള്ളതാണ്. വേറെ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഷോർട്ടായിട്ട് ഓൾറെഡി പറഞ്ഞ പോലെ മോഡൽ എക്സാം ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും തലേന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് 2 എക്സാം ഉണ്ട്, അക്കൗണ്ടൻസിയും എക്കണോമിക്സും. അതുകൊണ്ട് നല്ല പാടാണ്, ബുദ്ധിമുട്ടാണെന്നുള്ളതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നും പഠിച്ചിട്ട് പോലൊന്നും നടക്കൂല. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചില ഇതൊക്കെ പറയത്തില്ലേ പഠിപ്പിക്കുമ്പോൾ, വിടരുത്, കൊന്നാലും വിടരുത്, എന്ത് വന്നാലും ആ ഒരു സംഭവം പഠിച്ചിട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന കുറച്ച് പോർഷൻസ് കാണും. ചിലത് ഈ പറഞ്ഞ പോലെ ചില വർഷങ്ങളിൽ ചോദിക്കും, ചില വർഷങ്ങളിൽ ചോദിക്കില്ല. പക്ഷെ നമുക്കങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. ആൻഡ് പിന്നെ കുറച്ച് പോർഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ചിലപ്പോൾ 2-3 വർഷം കൂടുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം ചോദിക്കും. അപ്പം അങ്ങനെ കുറച്ചൊരു 3 രീതിയിൽ മിസ് ഈ പറയുന്ന ചാപ്റ്ററിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന പോലെ ഒരു സൂര്യനൊക്കെ മിസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഉദ്ദേശിക്കുന്ന അങ്ങനെ കൊടുത്തേക്കുന്ന സൈഡിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്സ് എല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, കുറേ പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല എന്ന് വേറെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, രണ്ടാമത് വെരി ഇമ്പോർട്ടൻ്റ്, ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 1 വർഷം ചോദിച്ചു കാണത്തില്ല, അടുത്ത വർഷം ചോദിച്ചു കാണും. ഓക്കെ, ചിലപ്പോൾ 2 വർഷം അടുപ്പിച്ച് ചോദിച്ചു കാണും, പിന്നെ ഒരു 3-ാമത്തെ വർഷം ചോദിച്ചു കാണത്തില്ല. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് വിടാന്ന് വെച്ചാൽ അതും പറ്റൂല, എന്നാ പഠിക്കണം എന്ന് വെച്ചാൽ അത് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചിലപ്പോൾ ചോദിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചോദിക്കുന്നൊന്നുമല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് അല്ലെ കുറേ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് മിസ് എടുത്ത് നോക്കിയപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വിടാൻ പറ്റാത്തതായിട്ടുള്ളതുമുണ്ട്. അതേപോലെ ഈ പറഞ്ഞ കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് എങ്ങനെ പോകണം, അപ്പോൾ അത് കുത്തിയിരുന്ന് പഠിച്ച് നമ്മുടെ കുറേ എന്താ പറയുക സമയം ജസ്റ്റ് ഒന്ന് നോക്കി പോകാമെന്നല്ലാതെ അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന് നമ്മുടെ ടൈം പോകും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ മെയിൻ എക്സാമിന് വീണ്ടും മിസ് പറയും നമ്മളെല്ലാം പഠിച്ചിട്ട് പോകാമെന്നുള്ളതാണ്. ഓക്കെ, കാരണം നമുക്ക് എന്തുവാന്നുള്ള ഒരു ഐഡിയ ഇല്ല. പക്ഷെ മോഡൽ എക്സാം എന്നുള്ള ഇത് വരുമ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടും ഒരു ദിവസം 2 വിഷയം ഉണ്ടായതുകൊണ്ടും നമുക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഓരോ ടോപ്പിക്കിൻ്റെയും അല്ലെ ഹെഡിങ്ങിൻ്റെയും തന്നെയായിട്ട് മിസ് ഈ ഒരു 3 സിമ്പിൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഒരു സണ്ണിൻ്റെത്, ഒന്ന് സ്റ്റാർ, ഒന്ന് മൂൺ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെക്കുറെ ഏതാണ് ഭയങ്കരമായിട്ട് പഠിക്കേണ്ടത്, വിടാതെ പഠിക്കേണ്ടതും എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകേണ്ടത് ഏതൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഉദ്ദേശം. ഓക്കെ, രണ്ടാമത് മിസ് ഒരു 2023 തൊട്ട് ബാക്കിലോട്ട് ഓൾമോസ്റ്റ് ഒരു 2009-10 ആ ഒരു വർഷങ്ങളിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചാപ്റ്റർ വൈസ് എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കിയപ്പം ടോട്ടലി എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, ചിലപ്പം ചില ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി എസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, ചില 1 മാർക്കിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, 1 മാർക്കാണോ 2 മാർക്കാണോ, എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ 2009-10 തൊട്ട് ഒരു 2023 വരെയുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയതിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു എറൗണ്ട് കണക്കാണ്. ഓക്കെ, പക്ഷെ എറൗണ്ട് ഒരു ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും
MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എന്നും പറഞ്ഞ് MCQ ആയിരിക്കും ചോദിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പഠിച്ച് പോകാമെന്നുള്ളതല്ല. കൂടുതലും ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും പഠിക്കുക. അല്ല എസ്സേ എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഇത് എസ്സേ ടൈപ്പ് ചോദിച്ചേക്ക് നോക്ക്, ചോദിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 10 വർഷത്തിൽ കൂടുതലെടുത്ത് നോക്കിയതിനകത്ത് ഈ പറഞ്ഞ പോലെ എസ്സേ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ എസ്സേ ടൈപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ നോക്കിക്കണ്ട് കാണേണ്ട കാര്യമില്ല. കൂടുതലും 1 മാർക്ക് എന്നുള്ള. അപ്പോൾ 1 മാർക്ക് എന്നും പറഞ്ഞ് നിങ്ങൾ പുച്ഛിച്ച് കളയരുത്. ഞാൻ വീണ്ടും പറയുന്നു, 1 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വന്നിട്ട് ചിലപ്പം 100 അല്ലെങ്കിൽ നമ്മൾ 60 അപ്പോൾ 60 എന്നുള്ളത് കിട്ടുന്നത് ചിലപ്പോൾ ഈ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴായിരിക്കും അല്ലേ. മറ്റേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഈ 1 മാർക്കിൻ്റെ കൃത്യമായിട്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ 1/2 മാർക്ക് പോലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത സാധനമാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് 1 വർഷം ചോദിച്ചിട്ടുള്ള, 2 വർഷം ചോദിച്ചിട്ടുള്ള അല്ല. മിസ് പറഞ്ഞ പോലെ 2009, 10 തൊട്ട് 2023 വരെ ചോദിച്ചിട്ടുള്ള പാറ്റേൺ ആണ് കൂടുതലും MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ 2 മാർക്കിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 17 ക്വസ്റ്റ്യൻസ് ഈ ഇത്രയും വർഷം മിസ് എടുത്ത് നോക്കിയപ്പം ഈ പറഞ്ഞ 2 മാർക്ക് എന്നുള്ള രീതിയിലും ഇതിൽ നിന്ന് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുമ്പം നമുക്ക് മനസ്സിലാവും. ഓക്കെ, സിമ്പിളായിട്ടൊരു ബ്രീഫ്, ഒരു ഓവറോൾ വ്യൂ ഇപ്പം തരുവാണ്. ഓക്കെ, പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ 3 മാർക്കിൻ്റെയൊക്കെ 8 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ ഇത്രയും വർഷം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് മിസ് ഈ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും ഏത് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, വെറുതെ നമ്മൾ എസ്സേ എന്നുള്ള രീതിയിലിരുന്ന് പഠിച്ച് ടൈം കളയേണ്ട കാര്യമില്ല. അതൊന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ചെറിയ ചാപ്റ്റേഴ്സ് ആകുമ്പോഴേ, നമുക്കൊരു മിസ്സാണെങ്കിലും പണ്ട് ചെയ്തിട്ടുള്ളതാണ്, നൈസിനെ കൂടി ചെറിയ ചാപ്റ്റർ ആകുമ്പോൾ ഇത് ചെറിയ ചാപ്റ്റർ അല്ലേ, അതങ്ങ് വിട്ടേക്കാം, ഇവിടെ ആണെങ്കിൽ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിരുന്ന് പഠിക്കാം, അല്ലാതെ ഇതെപ്പം തീരാനാണ്, ഇതൊക്കെ ഇരുന്ന് നോക്കാൻ നമ്മുടെ സമയം പോയി, ലാസ്റ്റ് എങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞ് മൈൻഡ് സെറ്റ്. ഓക്കെ, പക്ഷേ നമ്മളിത് വിടും. ഓക്കെ, മറ്റോ വലിയ കടാകടയും പാടുള്ളതൊക്കെ പഠിച്ചിട്ട് പോവും. പക്ഷെ ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ പോലും നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റില്ല. നമ്മൾ ഇത് നൈസിനങ്ങ് വിടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് പിന്നെ മറന്നു പോവും. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോക്കും. അപ്പോൾ ഈ 2 മാർക്കിനും 1 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഉത്തരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 മാർക്കിന് ചിലപ്പം ഓപ്ഷൻസ് നമുക്ക് തരും, ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഇത്ര ചെയ്താൽ മതി. എന്നാലും 1-2 ക്വസ്റ്റ്യൻസ് ഇടാനുള്ള ഓപ്ഷനെ കാണത്തുള്ളൂ. മാക്സിമം പോയാൽ 2, അപ്പുറത്തോട്ടൊന്നും എന്തായാലും കാണത്തില്ല, 1 ക്വസ്റ്റ്യൻ വിടാനേ നമുക്ക് കാണത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെറിയ കുറച്ച് 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ആണ് കൂടുതൽ ചോദിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വിടാനും പാടില്ല, എന്ന് നമ്മൾ പഠിക്കുകയും വേണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ലോങ് ആൻസർ ടൈപ്പ് എന്നുള്ള രീതിയിൽ 4 മാർക്ക് 5 മാർക്ക് 6 മാർക്ക് എന്നുള്ള രീതിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഇത് കണ്ടിട്ടില്ല. 5 മാർക്കിൻ്റെ ആണ് മാക്സിമം ചോദിച്ചിട്ടുള്ളത്. അത് തന്നെ 1 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 4 മാർക്ക് എന്നുള്ള രീതിയിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 മാർക്ക് 5 മാർക്കിനൊക്കെ കൂടുതലും ഇതിൽ ചോദിക്കുന്ന ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ ഓരോന്നും എങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ അക്കൗണ്ടിങ് ഡെഫിനിഷൻ എന്നുള്ളത്, വാട്ട് ഈസ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡിഫൈൻ അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. കണ്ടോ, അതാണ് മിസ് ഇവിടെ ഇങ്ങനെ ഒരു 3 പടം ഇട്ടേക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഇത് പഠിച്ചാൽ, കാരണം അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുവാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാതെ അങ്ങനെ പഠിച്ചിട്ടൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ഓക്കെ, ആൻഡ് ഇത് ചിലപ്പം എനിക്ക് തോന്നും പിന്നെയും ചോദിച്ചിട്ടുള്ളത് ഇതിങ്ങനെ മിസ്മാച്ച് ആയിട്ട് കൊടുത്തിട്ട് ക്ലാസിഫൈങ് സമ്മറൈസിങ് അല്ല റെക്കോർഡിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ് മിക്സ് ആയിട്ട് കൊടുത്തിട്ട് ആദ്യം ഏതാണ് വരുന്നത് എന്നുള്ള രീതി എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു വർഷം അങ്ങനെ ചോദിച്ചിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ ഡെഫിനിഷൻ എഴുതുന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ വിടാൻ നമുക്ക് പറ്റൂല. കാരണം ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ് അതിൻ്റെ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം, എന്താ സംഭവം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാലല്ലേ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മളങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ കുറേ പേര് പഠിച്ച് കാണാതെ പഠിച്ച് അതിൻ്റെ ഒരു ടൈം അങ്ങനെ കളയേണ്ട ഈ ഒരു ടോപ്പിക്ക് ഇനിയില്ല. ഓക്കെ, അടുത്തത് അതാണ് അക്കൗണ്ടിങ് പ്രോസസ്സും പറഞ്ഞ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണ് ഓരോന്ന് പോകുന്നതെന്നുള്ളത് അതും
മിസ് ദേ കൊടുത്തേക്കുന്ന പോലെ അങ്ങനെ വാട്ട് ഇസ് അക്കൗണ്ടിങ് പ്രോസസ്, ഡിസ്ക്രൈബ് ദി സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ വളരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ചിലപ്പോൾ മിക്സ് ആയിട്ട് കൊടുത്തൊരു കറക്റ്റ് ഓർഡറിലും കാണാം വരാൻ ചോദിക്കുക. അങ്ങനെ ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടെന്നല്ലാതെ വാട്ട് ഇസ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ നിന്നും പറഞ്ഞ് തിയറി രീതിയിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ജസ്റ്റ് ഒന്ന് അത് കുറേ ടൈം ഇതിൽ കളയേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്. അടുത്തതാണ് മിസ്സുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സണ്ണിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം കുറേ വർഷം ഇത് ചോദിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചിലപ്പം ചോദിക്കും വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്നും പറഞ്ഞ് ചോദിക്കുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഇത് ഏത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഏത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നുള്ള രീതിയിൽ നിന്നും പറഞ്ഞ് ചിലപ്പം ചോദിക്കും. അങ്ങനെയും ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും രണ്ടെണ്ണം, റിലയബിലിറ്റി, റെലവൻസ് എന്നും പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കും ഡിഫൈൻ. സോ ഈ ഒരു 3 പാറ്റേണിലായിരിക്കും ഇതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദിക്കാൻ ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വെരി 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 ഹൈ ആണ്, കാരണം കുറേ വർഷം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂടുതലും ഇതിൻ്റെ എക്സാമ്പിൾ സംഭവം എന്തുവാന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചോദിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എറർ കാണൽ അല്ലെങ്കിൽ ബയസ് കാണൽ, ഫ്രീ ഫ്രം എറർ ആൻഡ് ബയസ്, ഇത് ഏത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറാണ്. ഓക്കെ, അതേപോലെ ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, അത് ഏത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ. സോ ഇങ്ങനെയുള്ള രീതിയിലും ചോദിക്കാം, ഡയറക്റ്റായിട്ടും ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിഫൈൻ, റിലയബിലിറ്റി, റെലവൻസ്, ഈ ഒരു രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഈ പറയുന്ന ഏരിയ എന്ന് ചോദിക്കാം. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് കൊടുത്തേക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റും. ഓക്കെ, വിടരുത്. നിങ്ങൾ എക്സാമിൻ്റെ തലേന്നെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സംഭവം വിടരുത്, അത്രേ ഉള്ളൂ മിസ്സിന് പറയാൻ. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ വർഷവും മിക്ക വർഷങ്ങളിലും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഏരിയയും ചോദിക്കാത്ത വർഷങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, മിക്കപ്പോഴും ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത് അത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതിന് പിന്നെ കൂടുതൽ നമ്മളിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടുപോലെ എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കായിരിക്കാം, മാക്സിമം പോയാൽ 4 മാർക്ക്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഒബ്ജക്റ്റീവ്സ്, കാരണം 4 ഒബ്ജക്റ്റീവ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 4 ഓരോരോ മാർക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 2 മാർക്ക് എന്നുള്ള രീതി, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ 2 ഒബ്ജക്റ്റീവ് 3 ഒബ്ജക്റ്റീവ് അങ്ങനെ രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പക്ഷെ പഠിച്ചേ പറ്റത്തുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം 4 മാർക്ക് എന്നുള്ള രീതിയിൽ മാക്സിമം വെച്ചത് തന്നെ പഠിക്കാം. ഓക്കെ, പിന്നെ ഇതേ അടുത്തത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓക്കെ, അത് ഏതോ കുറച്ച് വർഷങ്ങളിൽ അത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളതാണോ പറഞ്ഞാൽ അല്ല, എന്നാൽ വിടാതെ പഠിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചില വർഷങ്ങളിലൊക്കെ ഈ എക്സാമ്പിൾസ് കൊടുത്തിട്ട് എന്താണ് ഇന്റേണൽ യൂസേഴ്സ്, എന്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എക്സാമ്പിൾ കൊടുത്തിട്ട് ഓക്കെ ഇത് ഇന്റേണൽ യൂസേഴ്സ് എക്സ്റ്റേണൽ യൂസേഴ്സും ആക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് ക്ലാസിഫൈ ചെയ്യാമെന്നും പറഞ്ഞുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള എന്താണെന്നുള്ള ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, മറ്റേ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മളിപ്പോൾ 4 പഠിക്കുന്നത് നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, പക്ഷേ ഇന്റേണൽ യൂസേഴ്സ് എക്സ്റ്റേണൽ യൂസേഴ്സ് നിങ്ങൾ തലേന്നാണെങ്കിലും പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് കാണിച്ചു ഇന്റേണൽ യൂസേഴ്സ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒക്കെ ചീഫ് എക്സിക്യൂട്ടീവ് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇന്റേണൽ എക്സ്റ്റേണൽ ഇതൊക്കെയാണ് വരുന്നത്. എക്സ്റ്റേണൽ അപ്പോൾ ആലോചിക്കുക, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് പുറത്താണ്, ഇന്റേണൽ അകത്ത്. സോ ആ ഒരു രീതിയിൽ അത് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് സബ് ഡിസിപ്ലിൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൻ്റെ അത് മിസ് കൊടുത്തേക്കുന്ന പോലെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഏതോ ഒരു 1-2 വർഷം കണ്ട് ഈ ഡിസിപ്ലിൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എങ്ങനെയാണ്, ഡിസിപ്ലിൻസ് ഓഫ് അക്കൗണ്ടിങ് ഏതാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് 1-2 വർഷമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മെയിൻ എക്സാമിന് വളരെ കുറവായിരുന്നു, പക്ഷെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ കുറച്ചധികം ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ എക്സാമിന് ഈ പറഞ്ഞാൽ 1-2 വർഷം എന്നുള്ള രീതിയിൽ അത് ചോദിച്ചിട്ടുണ്ട്. വിടാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, പറ്റൂല, വിടാൻ പറ്റൂല. കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഏതോ ഒരു 2-3 വർഷമാണ് ചോദിച്ചേക്കുന്നത്, അപ്പോൾ കുറേ വർഷമായിട്ട് ചോദിക്കുന്നില്ല, അപ്പോൾ ഇപ്പോൾ ഈ വർഷം ചോദിച്ചാലും. സോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ പെടുന്നതാണ് ഇത് കുത്തിയിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ അങ്ങനല്ല, പക്ഷെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഏതൊക്കെ പഠിച്ചു പോയാലും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം, ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ഇത് മോഡൽ എക്സാമിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ മിസ് പറയുന്നത് നിങ്ങൾക്ക്
ബുദ്ധിമുട്ടായതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ടൈം ഇല്ലാത്തത് കൊണ്ടും 2 വിഷയം പഠിക്കേണ്ടത് കൊണ്ടും നമുക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഓരോ ചാപ്റ്ററിൽ എത്ര ടൈം കളയണം, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ വേണം അത് പ്രിപ്പയർ ചെയ്യാൻ, ഏതൊക്കെ ഏരിയയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കുക എന്നുള്ളതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു സംഭവമാണ് മിസ് ഈ പറയുന്നത്. ഓക്കെ, മെയിൻ എക്സാമിന് നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടു, അപ്പോൾ നമ്മളൊന്നും നോക്കത്തില്ല, എല്ലാം പഠിച്ചിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് എന്തായാലും അതുപോലെ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, യെസ്. പിന്നാണ് ഓരോരോ ടേംസ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് എൻറ്റിറ്റി. അത് ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഏതോ ഒരു 2008-9 അങ്ങനെങ്ങാണ്ട് എന്തോ ഒരു സംഭവിക്കുന്ന ചോദിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ അല്ലാതെ അതിൽ നിന്നും ചോദ്യം വന്നിട്ടില്ല. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ആണെങ്കിലും എന്താണ് ട്രാൻസാക്ഷൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടോ അല്ലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ള അറിഞ്ഞാലല്ലേ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് മിസ്സാറിൻ്റെ നിങ്ങളിത് കാണാതെ പഠിക്കുക അല്ലെങ്കിൽ അയ്യോ ഇത് എക്സാം ചോദിക്കുക അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ചു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോവാൻ എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് യെസ് ക്യാപിറ്റൽ. അത് കൊടുത്തേക്കുന്ന കണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു ടേംസിൽ നിന്ന് ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ. ഓക്കെ, അത് എന്താണ് അതിൻ്റെ ടേം എന്താണ് ക്യാപിറ്റൽ. ഓക്കെ, സോ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും, ഇത് ഏതാണ്, ഇതിൻ്റെ 1 വേർഡ് എന്താണ് എന്നുള്ള രീതിയിൽ നിന്നും പറഞ്ഞ് ചിലപ്പം ചോദിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് തന്നെ മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, കൂടുതലും ഈ ടേംസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അല്ല അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ 1 മാർക്കിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ 4 മാർക്കിന് 4 ടേംസിൻ്റെ ഇത് കൊടുക്കും. ടേംസ് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഇത് ഏത് ടേം ആണെന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും. അത് ചിലപ്പം ടേം കണ്ടുപിടിക്കാൻ എന്നുള്ളതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, പിന്നെ കാണാം റവന്യൂ. അതും സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്. അത് വിടാമോ എന്ന് ചോദിച്ചാൽ വിടാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ഇന്ന് പഠിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷെ അറിഞ്ഞിരുന്നേ പറ്റുന്നത്. കാരണം കുറേ വർഷം ഇടയ്ക്കിടയ്ക്കുള്ള വർഷങ്ങളിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റവന്യൂ ആയിട്ട് ബേസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റേണിലായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എന്താണ് ഇത് ഏത് ടേമാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരിക്കും. അതേപോലെ വരുന്നതാണ് എക്സ്പെൻസസും റവന്യൂ എക്സ്പെൻസസും എല്ലാം ഈ പറഞ്ഞ പോലെ ചില വർഷങ്ങളിൽ ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചറും സെയിം തന്നെ, പ്രോഫിറ്റും ഗെയിന് ഇതെല്ലാം മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വിടാൻ പറ്റൂല, നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഒരു വർഷം ഇടവിട്ട് എങ്കിലും ഒക്കെ എവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട അസറ്റാണ്. അസറ്റ് എന്താണെന്നുള്ളതും പിന്നെ ഈ കൊടുത്തേക്കുന്ന അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾ ചെയ്യുമ്പം ഇതൊന്നും നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് അറിയാം. അപ്പം അതൊക്കെ കാണാതെ അങ്ങ് പഠിച്ച് അങ്ങനെ നിങ്ങളങ്ങ് ഭയങ്കര ഓവറാക്കി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നോക്കിയിട്ട് പോകണം. അപ്പം കാരണം അവരെന്തെങ്കിലും ഒരു അസറ്റ് കൊടുത്തിട്ട് ഇത് ഏത് അസറ്റാണ്, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഓഡ് വൺ ഔട്ട് ചോദിച്ചാലായിരിക്കും. ഓക്കെ, ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പം നമുക്ക് നല്ല കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. വേറൊന്നുമല്ല, ഇപ്പം കറണ്ട് അസറ്റും ചിലപ്പോൾ ഒരു കറണ്ട് ലൈബിലിറ്റി ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ, ഒരു ഓപ്ഷൻ. പിന്നെ ബാക്കിയെല്ലാം സെയിം ആയിട്ടുള്ളതായിരിക്കും. എന്നിട്ട് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഇതിലെല്ലാം നോക്കിയിട്ട് ഇത് ഏതാണ് കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ഇത് പെയർ കറക്റ്റ് ആണോ സെറ്റാണോ, ഓഡ് വൺ ഔട്ട് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയും ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, മാച്ച് ദ ഫോളോയിങ് നേരത്തെ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ എങ്ങനെയാണെങ്കിലും ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്പെൻസ് റവന്യൂയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ലൈബിലിറ്റീസ്. ഓക്കെ, വിടാൻ പറ്റില്ല, പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഡിസ്കൗണ്ടും അങ്ങനെ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് 1-2 പ്രാവശ്യം കണ്ട് ചോദിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അറിഞ്ഞിരിക്കുക സംഭവം എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ വൗച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ
ഡോക്യുമെന്ററി എവിഡൻസ് സപ്പോർട്ട് ഓഫ് ആൻഡ് ട്രാൻസിഷൻ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തുമായിരിക്കും വരുന്നത്, ഇത് കൊടുത്ത എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ടേം കണ്ടുപിടിക്കാൻ എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കുറേ വട്ടം 2-3 വട്ടം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ആയതുകൊണ്ട് തന്നെ പല ടേംസ് അവർക്ക് മാറി ഇടാമല്ലോ, അവർക്ക് പല ടേംസ് മാറി ഇടാം. അപ്പോൾ അങ്ങനെ പല വട്ടം ഈ പറഞ്ഞ പോലെ വൗച്ചർ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗുഡ്സ്. ഓക്കെ, ഗുഡ്സിൻ്റെ തന്നെ വരുമ്പം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് കൊടുത്തിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ ഗുഡ്സ് എന്നുള്ള രീതിയിൽ നിന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സും ക്യാപിറ്റലും ഒക്കെ ക്യാപിറ്റലാണ് കുറേ വട്ടം ചോദിച്ചിട്ടുള്ളത്. ഡ്രോയിങ്സും ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ടേംസ് എന്നുള്ള രീതി, കാരണം ഫോർ പേഴ്സണൽ യൂസിന് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എന്താണെന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പെർച്ചേസസും അതുപോലെ പെർച്ചേസസ് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്കങ്ങനെ ഒട്ടും പഠിക്കേണ്ട, ഒട്ടും ചോദിച്ചിട്ടില്ല എന്നുള്ള രീതിയിലും പറയാൻ പറ്റില്ല. അല്ലെ 1-2 തവണയെന്നല്ല, അതിൽ കൂടുതൽ തവണ ഇത് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റോക്കും കൂടുതൽ ഈ എന്താ പറയുക, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിങ് സ്റ്റോക്ക് ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, സ്റ്റോക്ക് എന്താണെന്നുള്ളതിനപ്പുറം ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ആയിരിക്കും, ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഡെറ്റേഴ്സും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് രണ്ടിനും മിസ് ഒരു സൺഡേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിക്കുമെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടേംസിൽ നിന്നും ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതല്ലേ, ഏറ്റവും തവണ ചോദിച്ചിട്ടുള്ള 2 ടേംസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ടേംസാണ്, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഓക്കെ, പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ഈ പറഞ്ഞ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പം നമ്മളെല്ലാം കുറേ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സാണ്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് അതിൻ്റെ മീനിങ്ങും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൂടുതലും 1 മാർക്കും 2 മാർക്കും ആ ഒരു രീതിയിലായിരിക്കും എസ് എന്നുള്ള രീതിയിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 4 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ 5 മാർക്ക്, അതും മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ടേം കണ്ടുപിടിക്കാനായിരിക്കും. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് വേണം പഠിക്കുക, അല്ല എസ് എന്നുള്ള രീതിയിൽ പഠിച്ച് ടൈം കളയരുത്. നമുക്ക് ടൈം കളയാൻ സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ അതേ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്ത് മിസ് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മതി. കണ്ട ഈ പറഞ്ഞ പോലെ ദേ മാച്ച് ദ ഫോളോയിങ്ങും പിന്നെ അല്ലെങ്കിൽ ഇതേ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞ പോലെ കൊടുത്തിട്ട് ജസ്റ്റ് എന്താ പറയുക ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫൈ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേ അസറ്റിൻ്റെ കണ്ടോ, പിന്നെ അതേപോലെ അത് ഇന്റേണൽ എക്സ്റ്റേണൽ യൂസസ് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇതിൽ ടേം കണ്ടോ, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ടേം ചോദിച്ചേക്കുവാണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് കണ്ടോ, ജസ്റ്റ് ഇതൊന്നും അല്ല, കുറേ വർഷം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വർഷത്തിന് മാത്രമേ മിസ് എടുത്ത് വെച്ചിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതെ ഇതേപോലെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ടേം കണ്ടുപിടിക്കാൻ, ഇതെല്ലാം അങ്ങനത്തെയാണ് വരുന്നത്. ഓക്കെ, ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ റോങ് പെയർ ചൂസ് ചെയ്യാൻ, പിന്നെ യെസ് എല്ലാം ഈ പറഞ്ഞ പോലെ ഓഡ് വൺ ഔട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പിക്ക് വൺ അങ്ങനെയുള്ള രീതിയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ട എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അതിൽ ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള രീതി. അല്ലെ ഇതാ കണ്ട കുറേ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഓരോരോ ഹെഡിങ്ങിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ വീണ്ടും പിക്ക് ഔട്ട് ദി റോങ് പെയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പോകും. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി തന്നെ കൂടുതലും 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ആൻഡ് 2 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്ന് മിസ് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ടെസ്റ്റ് എഴുതുന്നത് അതല്ല, കൂടുതലും ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ തന്നിട്ട് ടേം കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലായിരിക്കും. അത് പക്ഷേ 100% ഷുവർ ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും കാണും. പക്ഷെ 8 മാർക്കിനൊന്നും കാണൂല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, സോ ഇതേപോലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് എല്ലാ സബ്ജക്ട്സിൻ്റെയും നമ്മൾ
പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ടൈമില്ല, വിഷമിക്കുക, അങ്ങനെ ഒന്നും വേണ്ട. മിസ് ഈ പറഞ്ഞ രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷെ വിടാതെ അത് പഠിക്കുക. ബാക്കിയുള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക. ഒട്ടും അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, ഈ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, സോ മിസ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് മിസ് വരുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ ആയിട്ട് മിസ് വന്നിട്ടുണ്ടെന്ന്. അതേപോലെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ഈ ഒരു നോട്ട്സും സംഭവം കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിപ്പിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.